ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഒയറച്ചങ്ങൻ. നമ്മളോട് ഹൈടെക് കോഴിക്കോടിൻ്റെ നിർമ്മാണത്തിലാണ്. എൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡീറ്റെയിൽസ് പൊതുവെ വിടാം. പണി നടന്നുകൊണ്ടിരിക്കുക രായ്ച്ചാനും പ്രവാസിയായിരുന്നു. മറ്റേ ദിലീപേട്ടനും പ്രവാസിയായിരുന്നു ഒരുപാട് വർഷം. പ്രവാസികളുടെ ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നാട്ടിൽ നടക്കുകയാണ്. ഒരു ചെറിയൊരു സംരംഭമാണ്. നാളെ ഇത് ഫിനിഷാകുമ്പം ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. ഹൈടെക് കോഴിക്കോടിൻ്റെ നിർമ്മാണമാണ്. ഇത് പണിയുന്ന നിസ്സാരക്കാരനല്ല. ഇറാഖ് കുവൈറ്റ് യുദ്ധ സമയത്ത് വരെ കുവൈറ്റിലുണ്ടായിരുന്ന രായ്ച്ചാൻ, അതായത് ഞങ്ങളുടെ കൊച്ചുനാൾ വരെ കുവൈറ്റിലുണ്ടായിരുന്ന പ്രവാസി മലയാളി രായ്ച്ചാനാണ്. രായ്ച്ചാനും ദിലീപേട്ടനും പ്രവാസിയായിരുന്നു. പിന്നെ പ്രവാസികളുടെ ചെറിയ ചെറിയ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലൊക്കെയുള്ള പരിപാടികൾ നാട്ടിൽ വന്നാൽ ചെയ്യാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും ഓയൂരും പരിസരങ്ങളിലും കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ ടീമുകളൊക്കെ വരും. ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുക്കാം. ഒരു നല്ല ഉത്തരവാദിത്തമായിട്ട് കുറഞ്ഞ ചെലവിൽ തന്നെ ചെയ്യും പണി. സാധാരണ വലിയ ടീമുകൾ വാങ്ങിക്കുന്ന പൈസ ഒന്നും അവർ വാങ്ങിക്കത്തില്ല. കുറഞ്ഞ രീതിയിൽ തന്നെ അവർ ചെയ്തു തരും. ഫോൺ നമ്പർ ഞാൻ കൊടുക്കാൻ താഴെ. അതൊരു ഹൈടെക് കോഴിക്കോടാണ്, സാധാരണ കോഴിക്കോടല്ല. ഇതൊരു ഹൈടെക്കാണ്. ഒരു മാക്സിമം നിങ്ങൾ സാധനങ്ങൾ എടുത്തു കൊടുത്താൽ അതിൻ്റെ കുറഞ്ഞ ചിലവിൽ തന്നെ അവർ ചെയ്തു തരും. ഇത് കൊല്ലം ജില്ലയിൽ പുയ്യപ്പള്ളി പഞ്ചായത്തിലെ ഓയൂരും പരിസര പ്രദേശങ്ങളിലും എല്ലാം ചെയ്യും. ഞാൻ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവരെ പണി കംപ്ലീറ്റ് നാളെ ആവും. നാളെ ആകുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സാധാരണ കോഴിക്കോടല്ല, ഇതൊരു ഹൈടെക് കോഴിക്കോടാണ്. അതായത് കോഴികൾ ഇറങ്ങി നമുക്ക് വിശ്രമിക്കാനുള്ള, അവർക്ക് വളരെ സ്വതന്ത്രമായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലവും സൗകര്യമുള്ള വിശാലമായ ഒരു കോഴിക്കോടാണ്. അത് കോഴിക്കോട് ഇവിടെ ആണെങ്കിലും അതിന് നല്ല രീതിയിൽ വിശ്രമിക്കാൻ വെളിയിൽ ഒരു സൗകര്യം ഒരുക്കുന്നതാണ്. നമ്മൾ സാധാരണ കോഴിക്കോട്ടിട്ട് വേണമെങ്കിലും വളർത്താം അതിനെ. പക്ഷേ അതിനൊക്കെ അവന് കൈയും കാലുമൊക്കെ ഒന്ന് വരികയും നല്ല ഇതാവുകയും നല്ല ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹൈടെക്കാണ്. ഇതൊരിച്ചിരി എമൗണ്ടൊക്കെ ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷേ ഇതൊരിച്ചിരി ഹൈടെക്കാണ്. ഇത്തിരി സ്ഥലമൊക്കെ എടുത്ത് അതിനവിടെ തീറ്റയൊക്കെ കൊടുത്താൽ വേറെ ശല്യങ്ങളൊന്നും വരത്തില്ല. ഹൈടെക് സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഇതാണ്. നമ്മുടെ ഇവിടുത്തുള്ള ഒരു ദിലീപാണ് ചെയ്തിരിക്കുന്നത്. രായ്ച്ചാനൊരു പ്രവാസിയാണ്. രണ്ടുപേരും പ്രവാസികളായിരുന്നു. കൊല്ലം ജില്ലയിലും പ്രത്യേകിച്ച് നമ്മുടെ പുയ്യപ്പള്ളി പഞ്ചായത്തിലും എളുന്നള്ളി പഞ്ചായത്തിലായാലും ഇവർ പണികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുകയും നല്ല ഉത്തരവാദിത്തമായിട്ട് ചെയ്യും. നാളെ ഇത് ഫിനിഷാകുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് നല്ലൊരു അടിപൊളി വീഡിയോയുടെ അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കാൻ കേട്ടോ. പ്രവാസിയൊക്കെ പ്രയോജനപ്പെടും. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൈടെക് കോഴിക്കോടിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. ദിലീപാണ് ഇതിൻ്റെ പണി. രായ്ച്ചാനുണ്ട് ഇവിടെ. പണി ഏകദേശം അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. കുവൈറ്റാണ്. 30 വർഷത്തെ പ്രവാസി കുവൈറ്റ് പാരമ്പര്യമുള്ള രായ്ച്ചാനാണ് എൻ്റെ ഇത്. വർഷം, അതായത് കുവൈറ്റ് ഇറാഖ് യുദ്ധ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രായ്ച്ചാനാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യം കുവൈറ്റിൽ പോയ വിഷയം കൂടാണ് രായ്ച്ചാൻ. അതൊക്കെയാണ് എൻ്റെ പണി. നമ്മൾ തീർച്ചയായിട്ടും പ്രവാസികൾ ഇത്ര സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അത്തരം പണികൾ കൊല്ലം ജില്ലയിലാണ് ഇവർക്ക് കൂടുതൽ സൗകര്യം. ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറഞ്ഞ ചിലവിൽ ചെയ്തു തരും. ഒരു ഹൈടെക് സംവിധാനത്തിൽ ചെയ്യുന്നൊരു കോഴിക്കോടാണ്. ഇതിൻ്റെ ഒരു അവസാന ഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ്.
കോഴിക്കോട് റെഡി ആയിരിക്കുകയാണ്. ഹൈടെക് കോഴിക്കോട് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ടൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണിത്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഒരു പടി വെച്ചിട്ടുണ്ട്. പടി ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന് 2 അറയുണ്ട്. നമുക്ക് 25-50 കോഴി ഇതിനകത്തിടാം. ഇത് അടയ്ക്കാം. രാത്രി വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം. ഇതൊക്കെ വെള്ളം കൊടുക്കുന്നതിനാണ്. ഇതിനകത്താണ് നമ്മൾ തീറ്റി കൊടുക്കുന്നതിനകത്താണ്. വീട്ടിൽ തീറ്റി കൊടുക്കുന്നതിനകത്താണ്. കോഴികൾ ഇവിടെ തിന്നും. ആ സൈഡിലുണ്ട്, അങ്ങനെ 4 സൈഡിലുണ്ട്. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഉരുണ്ട് ഇവിടെ വന്ന് കിടക്കും. ഈ ട്രെയിൽ മൊത്തം മുട്ട വന്ന് കിടക്കും. ഇതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ഈ സൈഡിൽ മുട്ട വന്ന് കിടക്കും, ആ സൈഡിൽ മുട്ട വന്ന് കിടക്കും. 2 സൈഡിൽ, ഈ 2 സൈഡിൽ തീറ്റി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് നമുക്ക് അടയ്ക്കാനും തുറക്കാനുള്ള 2 കൂടുകൾ, അവിടെ ഇവിടെയും 2 കൂടുകളുണ്ട്. ഇതിലൂടെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്. ഇതിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഇതിലൂടെ ഇറങ്ങി ഇവർക്ക് ഇവിടെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണിത്. ഇതിലൂടെ ഈ പൈപ്പിലൂടെ ഇറങ്ങി ഈ പൈപ്പിലൂടെ വന്നിട്ട് ഇങ്ങനെ വരുന്നൊരു സംവിധാനമാണ്. ഇതാണ് എൻ്റെ ഇത്. പിന്നെ ഇത് ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊരു സംഭവമാണിത്. നമുക്ക് കോഴി കുഞ്ഞുങ്ങളെയും താറാവുകളൊക്കെ തൽക്കാലം ഇതിനകത്ത് ഇടാം. ഒക്കെ തുറന്ന് വിടുകയും ചെയ്യാം. ഇതിനകത്താണ് ഇതിൻ്റെ കോഴിയുടെ ഈ വേസ്റ്റ് വന്ന് വീഴുന്ന ഇടാം. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കണം നല്ല വൃത്തിയായിട്ട്. പിന്നെ അതോടൊപ്പം നമ്മളൊരു പടി വെച്ചിട്ടുണ്ട് കോഴിക്ക് ഇറങ്ങി വരാനൊക്കെയുള്ള രീതിയിൽ. തൽക്കാലം ഞങ്ങൾ അടിച്ച് വെച്ചിരിക്കുകയാണ് ഈ സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കോഴിയെ നമ്മൾ തുറന്നു വിടും. എപ്പോഴും തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ നെറ്റിനകത്ത് കിടന്നോളും. ഇത്രയും സ്ഥലത്ത് മൊത്തം മുഴുവനും. സാധനമൊക്കെ ഇത്തിരി കോസ്റ്റാണ്. ഇപ്പോൾ ഇത്തിരി വില കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് പേര് പ്രവാസികളൊക്കെ ഒരുപാട് ഈ സംരംഭം തുടങ്ങുന്നുണ്ട്. ഈ സാധനങ്ങൾക്ക് ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് മൊത്തം ഫുള്ള് വന്നിട്ട് നമ്മൾ ഫുള്ള് ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരെ ഇവിടെ എപ്പോഴും ചെയ്യുമ്പോൾ ഇവിടെ ഗ്യാപ്പൊന്നും വരാതെ സൂക്ഷിക്കണം. ഗ്യാപ്പൊന്നും അടിയിൽ വരാതെ നല്ല രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ അടിയിൽ നിന്ന് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അടിയിലത്തെ വേസ്റ്റ് താഴെ പോകും. അതുകൊണ്ടായാലും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനിവിടെ ഒരു മെയിൻ വാതിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ വാതിൽ ഇങ്ങനെ ഈ വാതിൽ നമുക്ക് ഇവിടെ നിന്ന് അടയ്ക്കണം. എന്നും ഇവിടെ വാതിൽ അടച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം മറ്റു മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പട്ടികളെ, കരിമ്പൂച്ചകളെ, മരപ്പട്ടികളൊക്കെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് നല്ല അടച്ച് സേഫായിട്ട് ഉറപ്പ് വരുത്തണം. അടച്ചിട്ടുള്ള ഇതിങ്ങനെ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളിതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പൊടി ഇവിടെ റബ്ബർ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റിട്ടുണ്ട്. ഞാൻ അതിന് 3 നെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. കിണറിൻ്റെ 3 നെറ്റാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ആ നെറ്റൂടെ വാങ്ങിച്ച് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സേഫായി. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ലോണം അടച്ചു കൊടുക്കണം. ഇതിലൂടെയൊക്കെ എന്തെങ്കിലും കയറി വരാൻ സാധ്യതയുണ്ട്. പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് വരാതെ നല്ല രീതിയിൽ അടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമ്മളിത് ചെയ്തത് വെച്ച് ഡെയിലി ക്ലീൻ ചെയ്യും. നല്ലോണം സൂക്ഷിക്കുകയൊക്കെ വേണം. എന്നാൽ മാത്രമേ കോഴിയൊക്കെ നല്ല രീതിയിൽ മുട്ടയും കാര്യങ്ങളും നല്ല ഇതുണ്ടാകത്തുള്ളൂ. നല്ലോണം സൂക്ഷിക്കണം. എല്ലാം വൃത്തിയായിരിക്കണം. പിന്നെ നമ്മൾ കോഴിയൊന്നും വന്നിട്ടില്ല. നമ്മുടെ കോഴി 2 ദിവസത്തിനകം വരും. അത് വന്നതിന് ശേഷം പുതിയ കോഴിയുടെ ഒരു അടിപൊളി വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പം കോഴിക്കോടെക്കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.